അമ്മയുടെ മനസ്സ്. അമ്മയുടെ മനസ്സ് എന്ന് പറയുമ്പോൾ അതൊരു പവിത്രമായ ഒന്നായി കരുതപ്പെടുന്നുണ്ടല്ലേ. നമുക്ക് ഈ ലോകത്ത് എല്ലാവർക്കും വലിയ ആൾ തന്നെയാണ് അമ്മ. ഞാൻ പോസിറ്റീവേ പറയുന്നുള്ളൂ. അപ്പം അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് അല്ലേ. അത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും അനിയനും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അമ്മയ്ക്കല്ലെങ്കിലും ഒരു സ്നേഹമില്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ വെറുതെ പറയുമ്പോൾ അമ്മ പറയാണ്, നിങ്ങളും നാളെ അച്ഛനും അമ്മയൊക്കെ ആവും, അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് പറയും. അപ്പം നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഒരമ്മ, ആ അമ്മയുടെ മനസ്സ് എന്താണ്, എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊക്കെ അല്ലേ. തൻ്റെ കുഞ്ഞുങ്ങളോട് ഏറ്റവും അധികം സ്നേഹം കാണിക്കുന്നത് അമ്മ തന്നെയാണ്. അതുപോലെ തന്നെ അവരെ ശകാരിക്കാനും മടിക്കത്തില്ല. അങ്ങനെയുണ്ട്. ചില അമ്മമാരൊന്നുമേ പറയത്തില്ല, എല്ലാം മക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. പക്ഷെ അതൊരു തെറ്റായ പ്രവണതയാണ്. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അച്ഛനോടല്ല അമ്മയോടല്ലേ ആദ്യം പറയാറുള്ളത് അല്ലേ. അമ്മയെന്ന് പറയുമ്പം വീട്ടിലെ ഒരു വിളക്ക് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തും പറയാം അമ്മയോട്. അമ്മയെ ഒരു മയത്തിൽ കൈകാര്യം ചെയ്യും. പിന്നെ അച്ഛനോട് പറയേണ്ട കാര്യമാണെങ്കിൽ അത് അമ്മ വഴി പറയുമ്പോൾ അതിന് അമ്മയുടേതായൊരു ടച്ച് കൊടുത്ത് അച്ഛനോട് പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കാര്യം നേടിയെടുത്ത് തരുന്ന ഒരാൾ കൂടിയാണ് അമ്മ അല്ലേ. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു അല്ലേ. ശേഷം നമ്മളുടെ രീതിയിൽ നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് വരെയും നമുക്കെല്ലാം ചെയ്തു തരുന്നത് അമ്മയാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോൾ ഇത്തിരി ആഹാരം കഴിക്കാനിരുന്നാലും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം വേണം എന്നുള്ളതാണ്. അമ്മ എപ്പോഴും പറയും, എപ്പോൾ ആഹാരം കഴിക്കാനിരുന്നാലും അപ്പോൾ ആരെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ അത് വേണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ മുന്നിൽ എണ്ണീക്കേണ്ടി വരും എന്നമ്മ. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവാറും അമ്മ എന്തെങ്കിലും കഴിക്കുമ്പോഴായിരിക്കും ഒന്നിൽ അച്ചാച്ചൻ വിളിക്കുക, അല്ലെങ്കിൽ പുറമേ ആരെങ്കിലും വരുമോ, എന്തെങ്കിലും അമ്മയ്ക്ക് എണ്ണീക്കേണ്ടി വരും. പിന്നീട് നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും കുറച്ചുകൂടി വേണമെങ്കിൽ ആദ്യം എഴുന്നേൽക്കുന്ന ആരായിരിക്കും? അമ്മമാരായിരിക്കും അല്ലേ. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുന്നിൽ നിന്ന് അവർ എണ്ണീറ്റിട്ടാണ് മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നത് അല്ലേ. നമ്മൾ കഴിക്കുന്നിടത്തുനിന്ന് ഒന്ന് എണ്ണീറ്റ് മാറിയിട്ട് പിന്നെയും വന്നിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും വരും, അപ്പം നമ്മൾ ചോറിട്ടിട്ട് കൈ കഴുകാൻ പോവും. കൈ കഴുകിയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെയും വന്നിരുന്ന് കൈ കഴുകിയിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നാറില്ലേ അല്ലേ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ കഴിക്കുമ്പോഴായാലും ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് തലവേദന എടുത്തിട്ടോ പനിയായിട്ടൊന്ന് കിടക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യത്തിന് എണ്ണീക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ത്യാഗത്തിൻ്റെ വലിയൊരു സ്വരൂപം തന്നെയാണ് അമ്മ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യം ഈ അമ്മമാർക്ക് നഷ്ടപ്പെടുന്ന ആദ്യത്തെ കാര്യം ഉറക്കം എന്നുള്ളതാണ്. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരൊരു പ്രായം എത്തുന്നിടം വരെയും നമുക്ക് പകലായാലും രാത്രിയിലായാലും നമുക്ക് ഇതായിട്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പകൽ പൊതുവേ ഞാനങ്ങനെ ഉറങ്ങുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ്. പക്ഷെ രാത്രിയിലും നമ്മുടെ ഉറക്കത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇടയ്ക്കൊക്കെ അവർ എഴുന്നേൽക്കും, പിന്നെ വല്ല പനിയോ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെ കുത്തിയിരുന്നിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ആദ്യകാലത്ത് ഞങ്ങൾക്ക് കരച്ചിലായിരിക്കും രാത്രിയിൽ. അപ്പം ഇങ്ങനെ കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, മണിക്കൂറുകളോളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. രാവിലെ വരെ വേണമെങ്കിലും ഇരിക്കും. എൻ്റെ അനിയൻ്റെ കുഞ്ഞ് ജനിച്ച ആ സമയത്ത് അപ്പം ഞാൻ വീട്ടിൽ അവനിതുപോലെ രാത്രിയിൽ കരച്ചിലാണ്. കരയുമ്പോഴത്തേക്കും എനിക്ക് കുറേ സങ്കടം തോന്നി. അമ്മ പറയും, നിങ്ങളൊക്കെ ഉറങ്ങി, ഞാൻ പിടിച്ചോണ്ടിരുന്നോളെന്ന് പറയും. അങ്ങനെ അവനെയും പിടിച്ചുകൊണ്ട് നേരം വെളുക്കുന്നിടം വരെ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്
എനിക്കെന്ന് വെച്ചാൽ രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിൽ ഓക്കെ, ഉറക്കം അങ്ങനെ തന്നെ ഉറങ്ങാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ട്. ഇത്തിരി ഉറക്കം കുറവുള്ള കൂട്ടത്തിലാണ്. എനിക്ക് അധികമായിട്ട് ഉറങ്ങുന്നത് ഇഷ്ടമില്ലാത്ത രീതിയിലാണ്. അപ്പം ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും മണിക്കൂർ ഞാൻ ഉറങ്ങുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കം പോക്കാണ്. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഉറക്കമെന്ന് പറയുന്നതാണ് നമുക്ക് അമ്മമാർക്ക് ആദ്യം നഷ്ടപ്പെടുന്നത്. പിന്നെ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പലപ്പോഴും നമുക്ക് പറ്റില്ല. പിന്നീട് ഇപ്പം ഞാനെങ്ങനെയാണ്, കുഞ്ഞിനൊപ്പം തന്നെ എനിക്ക് കഴിക്കാനുള്ളത് കൂടെ എടുത്ത് വെച്ച് അവൾക്കും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരോടൊക്കെ കഴിച്ചതാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബ് ഉണ്ടാവും ആ സമയത്ത്. അങ്ങനെയുണ്ട്. അപ്പം ആഹാരത്തിനും ഉറക്കത്തിനും വലിയൊരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമുക്ക് പോകാനെന്നുള്ളത്, കുഞ്ഞുമായിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞിനൊന്ന് കൈമാറാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ചില കുട്ടികളുണ്ട് നമ്മുടെ അടുത്തൊന്നും മറ്റ് പരിചയം കുറവുള്ളിടത്തും ആൾക്കാരുടെ അടുത്തൊന്നും പോവില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്നല്ലാതെ വേറെ ആരും വിളിച്ചാലും പോകത്തില്ല. അങ്ങനെയുണ്ട്. അപ്പം നമുക്കതൊക്കെ മിസ്സിങ്ങാണ്. പക്ഷേ അതിലൊക്കെ സന്തോഷത്തോടു കൂടിയാണ് അതെല്ലാം മാറ്റി വയ്ക്കുന്നത്. എങ്കിലും അമ്മ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്ന വലിയ ഒരാൾ തന്നെയാണ് അമ്മ. അതുകൊണ്ടാണ് മിക്കവർക്കും അമ്മയെ തൊട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരും, സഹിക്കത്തില്ല. കാരണം ചിലർക്കെങ്കിലുമൊക്കെ ഓർമ്മയിൽ കാണും പണ്ട് തൊട്ട് നമുക്ക് വേണ്ടി ചെയ്തു തന്നതും അല്ല അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിൽ കാണും. ചില മനുഷ്യരുണ്ട് കേട്ടോ, ചില മക്കളുണ്ട്, അമ്മമാർ ചെയ്തൊക്കെ ഓർമ്മയുണ്ടെങ്കിലും സൗകര്യം പോലെ അത് മറന്ന് എന്ന് ഭാവിച്ച് ജീവിക്കുന്ന മക്കളുണ്ട്. അതൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് നമ്മളുടെ അമ്മ അച്ഛനൊക്കെ വലുതാണ്. അമ്മയ്ക്ക് പ്രത്യേക ഒരു സ്ഥാനം കൊടുക്കണം. നമുക്ക് കുടുംബജീവിതമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ആദ്യം നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അമ്മയെ അറിയേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, അല്ലേ? നമ്മൾ തിരക്കണം, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. ഒരു ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം നമ്മൾ പോയിരിക്കണം. അവർക്ക് ഒരു താങ്ങായി മാറേണ്ട സമയത്ത് നമ്മൾ അവർക്കൊപ്പം ഉണ്ടാവണം. അതാണ് ഏതൊരു മക്കളുടെയും വിജയം, ഒപ്പം അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷവും. ആ സമയത്ത് അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തുവാൻ പാടില്ല. അല്ലാതെ അവർക്ക് നല്ല ആരോഗ്യവും എല്ലാ കാര്യങ്ങളും നന്നായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവർക്കത് ഇറിറ്റേഷനാകും. എന്തിനും നമ്മൾ അവരെ ശല്യം ചെയ്യുന്ന പോലെങ്കിലും തോന്നും. നമ്മൾ നമ്മുടെ ജീവിതം ആദ്യം നോക്കിയിട്ട് അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പറയും ഏത് നേരം അമ്മയുടെ പുറകെ നടപ്പാന്ന് പറയും. അത് ഭാര്യയ്ക്കും പിടിക്കത്തില്ല, ആർക്കും പിടിക്കത്തില്ല. അത് പിന്നെ പ്രശ്നങ്ങളുണ്ടാകും. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമുണ്ട്, അല്ലേ? നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ. അപ്പം പിന്നെ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഒന്ന് ഉറങ്ങാനോ ആഹാരം കഴിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. അനാവശ്യമായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, അല്ലേ? അവർക്കൊരു കുടുംബമുണ്ട്, അവരവരുടെ ഭർത്താവുമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവണം, അത് മാത്രം മതി. അല്ലാതെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് ഒരു ഉപകാരം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ആ സമയത്ത് ചെയ്യണം. അല്ലാതെ അതിന് മുമ്പോ അതിന് ശേഷമോ ചിലർ കണ്ടിട്ടില്ലേ, അമ്മയെ തിരിഞ്ഞു നോക്കത്തില്ല. മരണം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട്, ചടങ്ങിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും വരെ മുടക്കാൻ തയ്യാറായിട്ടുള്ള മക്കളുണ്ട്. അതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തെറ്റായ ധാരണ. അതൊക്കെ ആളുകളുടെ മുന്നിൽ അതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷേ ആ അമ്മയുടെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല. അവർ ജീവിച്ചിരിപ്പില്ല, പിന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? ജീവനോടിരിക്കുമ്പോഴല്ലേ എല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, ശരിയല്ലേ?